വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങളുടെ ഹംനക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് നാളെ. നമ്മൾ ഇന്നാണ് സെലിബ്രേറ്റ് ചെയ്തത് ബർത്ത്ഡേ. രാവിലെ ഇട്ട് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് ഓർത്താണ്, ഒന്നും പറ്റിയില്ല. ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന സമയത്ത് നമ്മുടെ ഹംന ഉറങ്ങണായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോയോ, എന്നിട്ട് നോക്കി ഗിഫ്റ്റ് അൺബോക്സിംഗും കൂടി കാണാം കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു ഡെക്കറേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി ഫംഗ്ഷൻ. ഈ ഒരു വാളിലാണ് കേട്ടോ നമ്മൾ ഡെക്കറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും കലാവിരുത് ആ ഒരു മതിലുള്ളതുകൊണ്ട് അത് മറച്ച് വേണം നമുക്ക് ബർത്ത്ഡേയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ കർട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതെല്ലാം ഹംനയുടെ ഈ ഒരു വയസ്സ് വരെയുള്ള ജേർണിയിൽ വേണ്ടപ്പെട്ട എല്ലാ ഫോട്ടോസാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയാണ് ഹംനയുടെ ഫസ്റ്റ് ഫോട്ടോ. ലേബർ റൂമിൽ വെച്ചിട്ട് ഡോക്ടറിൻ്റെ ഒരു നിർബന്ധത്താൽ നമ്മൾ എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇതുപോലെ പോളറോയിഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുത്താനുള്ള ക്ലിപ്സും ത്രെഡ്സൊക്കെ ഉണ്ട്. ഹംന കുറച്ച് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കാരണം ഞാൻ അതെല്ലാം വേഗം സൈഡാക്കി. പിന്നെ ഞാനും ഇക്കാക്കയും കൂടി നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങാം കേട്ടോ. ഉമ്മിച്ചപ്പോൾ അതിനിടയിൽ വന്നു പോകുന്നുണ്ട്. ശനിയാഴ്ച രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഹയാസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, ഹംന ഉറങ്ങിയിട്ടുണ്ടായില്ല, നമ്മുടെ കൂടെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ കേർട്ടൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു കളർ തീം എന്ന് പറയുന്നത് ഗോൾഡൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, അതുപോലെ വൈറ്റും ഉണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മളുടെ ആ ഒരു ബാനറും 1 എന്നുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളുടെ ഈ ഫോട്ടോസ് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള കേർട്ടനിൽ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിനുള്ള ടേബിളാണ് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടേബിളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാൻ്റെ ഒരു മുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീറ്റർ ഗോൾഡൻ കളറിലുള്ള നെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചെയ്യുന്നത് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോസ് കിട്ടിയോ എന്നുള്ളത് എന്തായാലും ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ഭംഗിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വിചാരിക്കാത്ത ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ 2 കേക്കായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം നമ്മുടെ തീമിൽ വൈറ്റും ഗോൾഡനും, പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്ലൈസ് ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടീസ് എല്ലാം നിരന്നിരിക്കുകയായിരുന്നു കേട്ടോ. അവരുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരുന്നു. കേക്ക് കഴിക്കാൻ മാത്രമല്ല, ഈ ഒരു നമ്മൾ കുഞ്ഞുങ്ങളിലാണ് ഈ ഒരു ഏറ്റവും ഹാപ്പിനെസ് കാണുന്നത്. ഹംന ഉമ്മിച്ചിയുടെ അടുത്തുണ്ട്. ഹംന ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട. അടുത്ത ഒരു സമയത്ത് കാണുന്നത് ഹംനയുടെ വേറൊരു ഫേസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട്സാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മളുടെ വീട്ടിൽ തന്നെ ആയിട്ട് കുറച്ച് ഹറിബറി കാര്യങ്ങൾ വന്നു. അതിൻ്റെ ഇടയിൽ ഹംനയുടെ വാശി വന്നു. പിന്നെ നമ്മളിത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻഡിൽ കത്തിക്കുകയാണ് ഇക്കാക. ക്യാൻഡിൽ കത്തിച്ചിട്ട് നേരെ കേക്കിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇക്കാക അത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് കേക്കിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇക്കാക കൊണ്ടുപോയി ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കേക്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നമുക്ക് ഫോട്ടോസ് കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. 2 ഉമ്മച്ചിമാരും അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ വാപ്പിച്ചിയുടെ ഉമ്മയുണ്ട് കേട്ടോ. ഹംന ഭയങ്കര ഉറക്കമായിപ്പോയി. അതാണ് ഏറ്റവും വലിയ സംഭവം ഉണ്ടായത്. ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ. ഹംനാനെ എന്ത് ചെയ്തിട്ട് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളമൊക്കെ തളിച്ചൊക്കെ നോക്കി. പിന്നെ ആൾ വാശി കരച്ചിലായി. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് അവൾ കിടന്ന് ഉറങ്ങായിരുന്നു. പിന്നെ ഞാനും ഇക്കാക്കി ഹയാസും കൂടി കേക്ക് കട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ട് കഴിച്ചു. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് പോലും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഹംനാക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ല. ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. ഇക്കാക്കയാണെങ്കിലും കേക്ക് കട്ട് ചെയ്തിട്ട് കുറേ ട്രൈ ചെയ്തു അവളെ എഴുന്നേൽപ്പിക്കാനായിട്ട്. പക്ഷെ ആൾ ഒട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര ടയേർഡായ പോലെ ഉറങ്ങുന്നായിരുന്നു. ആക്ച്വലി അവൾ ഉറങ്ങുന്ന ഒരു സമയമാണ്. കുളി കഴിഞ്ഞിട്ട് ഒരു ഉറക്കമുണ്ട് അവൾക്ക്. പക്ഷെ ആ സമയത്ത് ഞാൻ ഉറക്കാൻ നോക്കിയപ്പോൾ അവളെല്ലാവരെയും കണ്ടതിൻ്റെ ഒരു ഇതിൽ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ കറക്റ്റ് ടൈം ആയപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി. പിന്നെ ഫുൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഈ ടൈപ്പ് ഒരു ഡ്രസ്സ്
അവൾക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ നമ്മൾ ഈ ഒരു പാർട്ടി കാര്യങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ എടുത്തതും എല്ലാ സെറ്റപ്പും ചെയ്തത്. പക്ഷേ ആൾ ഫുൾ സംഭവങ്ങളും വെച്ചിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി, നല്ല അസലായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്താത്തയും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. ബാക്കിയുള്ളവരൊന്നും വീഡിയോസ് ഞാൻ ആക്ച്വലി എടുത്തില്ല, അതുകൊണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല. ആരും എടുത്തിട്ടില്ല, എല്ലാവരും ഇങ്ങനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ സംസാരങ്ങളും അതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും ബാക്കിയുള്ളവരൊന്നും ഇല്ലയെന്ന് തന്നെ പറയാം. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഇക്കാൻ്റെ കുട്ടികളാണ് കേട്ടോ, നമ്മളുടെ വീട്ടിലത്തെ പെൺപടകളാണ് ഇവർ രണ്ടുപേരും. കൂടെ ഹംനയുണ്ട് പെൺപടയായിട്ട്. അപ്പോൾ അവരൊക്കെ കേക്ക് കൊടുത്തു. ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായി കേട്ടോ, ഈ ഒരു കേക്കൊന്നും ഹംനയുടെ വായിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ എല്ലാവർക്കും വന്നു. അപ്പോൾ എന്തായാലും സാരില്ല, ഹംന ഉറങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങിയ ആളെ ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെ ആക്കി. പിന്നെ സ്ലൈസ് കേക്ക് എല്ലാവരും ഷെയർ ചെയ്തു കേട്ടോ, എല്ലാവർക്കും കൊടുത്തു. നമുക്ക് സംഭവം കേക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വാങ്ങിയത് കറക്റ്റായിരുന്നു കേട്ടോ. നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്ത് തന്നത് നമ്മളുടെ എപ്പോഴും നമ്മൾ വാങ്ങിക്കാറുള്ള രുജാസ് ഹോം മെയ്ഡ് കേക്ക്സിൽ നിന്നാണ്. അടിപൊളി കേക്കാണ്. ഞാൻ 2 ഫ്ലേവേഴ്സാണ് പറഞ്ഞിരുന്നത്, ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റും കേട്ടോ. ഹോം മെയ്ഡ് കേക്ക് ആണെന്നും പറഞ്ഞ് നമുക്ക് ടേസ്റ്റിൽ യാതൊരുവിധ കോംപ്രമൈസ് ഇല്ല, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം കഴിക്കാം. പിന്നെ കളറ് ഒത്തിരി വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു തീം എന്തായാലും സെലക്ട് ചെയ്തത്. പിന്നെ ഹംനയുടെ ഡ്രസ്സ് വൈറ്റ് കളർ തന്നെയായിരുന്നു. അപ്പം ഇനി കളറ് ആഡ് ചെയ്യുമ്പോൾ അത് കുട്ടികൾക്കൊന്നും അത്ര പിടിക്കത്തില്ലല്ലോ. ഹയാസൊക്കെ ആകുമ്പോൾ കേക്ക് നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കളറൊക്കെ കയ്യിലും എല്ലായിടത്തും, അപ്പോൾ കളർ വേണ്ടല്ലോ എന്ന് ഓർത്താണ് ഈ ഒരു ഷെയ്ഡിലേക്ക് ഞാൻ കളർ ചൂസ് ചെയ്തിട്ട് എടുത്തത് കേട്ടോ. ഹംനതേ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ഉമ്മിച്ചപ്പോഴേക്കും ഒരു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു. പ്ലേറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, സ്ലൈസ് ചെയ്തിട്ടുള്ള കേക്ക് പീസ് ആയതുകൊണ്ട് പിന്നെ കേക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കേണ്ട ഒരാവശ്യം വന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്ക ആ ഒരു ബേസിൽ തന്നെ വെച്ചിട്ട് കേക്ക് എല്ലാവർക്കും കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഉമ്മിച്ചി ഹംനക്ക് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വളയാണ് കേട്ടോ ഇട്ടത്. ഒന്നും ഞാനല്ലല്ലോ വീഡിയോ എടുത്തത്, അതുപോലെ ഇക്കാക്കയല്ല, അപ്പോൾ ഫ്രണ്ടാണ് വീഡിയോ എടുത്തത്. ഇതൊക്കെ ഇക്കാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരൊക്കെ കേക്ക് കഴിക്കുകയാണ്. പിന്നെ ബ്രദറാണ് അടുത്ത് നിന്നേച്ചത് ഇക്കാൻ്റെ. ഇതെല്ലാം ഇക്കാൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും ഉണ്ടായിരുന്നു. 2 പേര് വരുന്നുണ്ട് ഫ്രണ്ട്സ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഹംന എഴുന്നേറ്റ് കേട്ടോ. എല്ലാവരും ഒരു കുറച്ച് കാമായി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഹംന എഴുന്നേറ്റ്. ഹംനാനെ അപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. കേക്ക് അപ്പം ഞാൻ കൊണ്ടുവന്ന് വെച്ചില്ല കേട്ടോ. പിന്നെ എല്ലാവരെയും ഫുഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും സാലഡും അച്ചാറും പിന്നെ നമ്മുടെ പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം, പപ്പടം വറുത്തത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് അത്ര ലെവലൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ബിരിയാണി വെച്ച് പഠിക്കാമെന്ന് പറയില്ലേ, ആ ഒരു ലെവലായി പോയി ചെറുതായിട്ട്. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആ ഒരു വിശപ്പിൻ്റെ ഉൾവിളി കൊണ്ടിട്ട് ഇക്കാക്കി ഇരുന്നിട്ട് വേഗം കഴിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹയാസിന്റെ ഗിഫ്റ്റ്. ഇത് റാപ്പ് ചെയ്തിട്ടായിരുന്നു കേട്ടോ, അതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഹയാസ് കൊടുത്ത ഗിഫ്റ്റ് ഇതാണ്. പിന്നെ അപ്പാടെ ഗിഫ്റ്റ് നിങ്ങൾ ഷോപ്പിംഗ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാലയുടെ ലോക്കറ്റ്, പിന്നെ കൈച്ചേ മാറ്റി വാങ്ങിയിട്ടുണ്ട്, പിന്നെ വള കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ ഗിഫ്റ്റും കൊണ്ട് നോക്കും. നമുക്ക് ഹെസയുടെ ഗിഫ്റ്റ് കൊടുക്കാം. ഉപ്പണ്ണല്ല തത്തടുപ്പണ്ണ അല്ലടി ചെടു ഉപ്പണ്ട ഉടുപ്പ് മാത്രല്ല ഹെയർ ബോയും ഉണ്ട്, ബാഗുണ്ട്. അടിപൊളി, നല്ല രസമില്ലേ, നല്ല കളർ. ഇതുവരെ ഉണ്ടാക്കി കിട്ടി. ഉടുപ്പുണ്ട്, ബാഗുണ്ട്, ഹെയർ ബോയുണ്ട്. ഇഷ്ടം. ഇത് ദീദിയുടെ ഗിഫ്റ്റ്. ഞാനത്
മാക്സാണ്. ഭയങ്കര ചെറുത്. ഇതിപ്പോ കറക്റ്റാണെന്ന് തോന്നുന്നു അല്ലേ? വെച്ചോക്കി കറക്റ്റാണ്. സൈഡിലും ഉണ്ടാവും. വലിച്ചുകൊണ്ട് നടക്കണ ഹയാസിന് ഇതുപോലെ തന്നെ ഒരു ടർട്ടിൽ കിട്ടിയിരുന്നു. ക്രിസ്മസിന് ഉടുപ്പിന് വാങ്ങിക്കണം. ഫൈനലി ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അത് നിരത്തി വെച്ച് ഹംനാനെയും കൂടി ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ്സ് തന്നതും വിഷ് ചെയ്തതും ഹംനാനെ ബ്ലസ് ചെയ്തതും അങ്ങനെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക് യു. ഇതാണ് കേട്ടോ ഉമ്മിച്ചിട്ട വള ഹംനാക്ക്. പിന്നെ ഇക്കാക്ക വാങ്ങിയതാണ് ഈ ഒരു മാലയുടെ ലോക്കറ്റ്. പിന്നെ ബ്രേസ്ലെറ്റ് ഒന്ന് മാറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 14th ഡേന് ഇക്കാൻ്റെ ബ്രദറും വൈഫും കൂടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ. ഞങ്ങളപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ.